Hi, my dear friends. Welcome to Commerce Byte. So, let's begin with our motivational quote. There is no right time. There is just time and what you choose to do with it. So, ഇവിടെ പറയുന്ന മോട്ടിവേഷണൽ കോട്ട് ഇതാണ്. കറക്റ്റ് സമയം അല്ലെങ്കിൽ നല്ല സമയം എന്ന് പറഞ്ഞൊരു സമയമില്ല. നമ്മൾക്കുള്ളത് സമയമാണ്. അതാണെങ്കിലോ ഓടിക്കൊണ്ടേയിരിക്കുന്നു. സോ നിങ്ങൾ നാളെ ആവട്ടെ അല്ലെങ്കിൽ 1-ാം തീയതി ആവട്ടെ 1-ാം തീയതി തൊട്ട് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ആവട്ടെ ഞായറാഴ്ച തൊട്ട് പഠിച്ചു തുടങ്ങാം. അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു സമയത്ത് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും, എനിക്കിപ്പോൾ ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യനോ നോക്കാൻ പറ്റുമോ, അപ്പോൾ തന്നെ ചെയ്യണം. മൂവിങ് ടു ആ സെഷൻ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്, വിച്ച് വാസ് ഹെൽഡ് ഓൺ February 2019. നമ്മൾ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഞാൻ ഓരോ ഓപ്ഷൻസും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇന്നലെ എനിക്ക് 18 മിനിറ്റ്സോളം എടുത്തു. എനിക്ക് ആ 8 പോയിൻറ്റ്സ് കീവേഡ്സ് പ്ലസ് ബോണസ് ടിപ്സ് എനിക്ക് കവർ ചെയ്യാനായിട്ട്. So I'll be trying to move a little bit faster. Okay, so moving to the question number 3. Stimulation that drives an individual to adopt or change a behavior for his or her own internal satisfaction for fulfillment is. Options are primary motivation, option B secondary motivation, option C extrinsic motivation and option D intrinsic motivation. ഞാൻ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങളോട് പറയാറുള്ള ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾവേസ് ഫോക്കസ് ഓൺ ദ കീവേഡ്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ തന്നെ എൻഡ് പാർട്ടിൽ അവിടെ ഒരു കീവേഡ് ഉണ്ടാവും, അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറ്. ഇവിടെയും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ടുവേർഡ്സ് ദ എൻഡിൽ ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ ഫോർ ഫുൾഫിൽമെൻ്റ് എന്നുണ്ട്, അവിടെ തന്നെയുണ്ട് ആൻസർ, അതായത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇനി ഞാൻ ജസ്റ്റ് ഈ 4 മോട്ടിവേഷനെ പറ്റി ജസ്റ്റ് ഒരു പിക്ചർ തരാം. അതായത് നമ്മൾക്കിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലുള്ളത് 4 മോട്ടിവേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ പ്രൈമറി മോട്ടിവേഷൻ. പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ഇത് ഇത്രയുമാണ് നമ്മളുടെ പ്രൈമറി. നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ബേസിക് നീഡിനെയാണ് പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബി പറഞ്ഞത് സെക്കൻഡറി മോട്ടിവേഷൻ. സെക്കൻഡറി മോട്ടിവേഷൻ എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ലൈഫിൽ കിട്ടുന്ന ആ ഒരു അച്ചീവ്മെൻറ്റ്, ആ ഒരു സക്സസ്, ആ ഒരു പവർ, ഇതിനെയൊക്കെയാണ് സെക്കൻഡറി മോട്ടിവേഷൻ എന്ന് പറയുന്നത്. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ കിട്ടിയാൽ നല്ലതാണ് എന്നുള്ളൊരു രീതിയാണ് സെക്കൻഡറി മോട്ടിവേഷൻ ഉള്ളത്. ഓക്കെ, ആൻഡ് നൗ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രൻസിക് മോട്ടിവേഷൻ. ഇത് നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പറയാം. ഇപ്പോൾ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ ഫീലിങ്സ്, നമ്മൾക്ക് കിട്ടുന്ന ഇൻറ്റേർണൽ സാറ്റിസ്ഫാക്ഷൻ. ഇൻട്രൻസിക് മോട്ടിവേഷൻ നമ്മളുടെ ഉള്ളിലെ മൈൻഡ് നമ്മളോട് പറയും, ആ കൊള്ളാം, എനിക്ക് സന്തോഷമായി എന്നുള്ള രീതിയിൽ. പക്ഷേ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യില്ലേ, ആ ഒരു ഫാക്ടർ, ആ ഒരു മോട്ടിവേഷനാണ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ. ദ മോട്ടിവേഷൻ കംസ് ഫ്രം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ആർ ഗിവൺ ഓർ കൺട്രോൾഡ് ബൈ അതേഴ്സ്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ. നമ്മൾക്ക് നമ്മളായിട്ട് തന്നെ ചെയ്യുന്ന ഒരു സെൽഫ് റെസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരു പ്രൊഫഷൻ, ഇപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ, നമ്മൾ ചിലപ്പോൾ കുറേ എതിർപ്പുകളൊക്കെ ഫേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ടീച്ചിങ് എന്ന പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ട്, അതൊന്ന് വേറെ തന്നെയാണ്. ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ചെയ്ത് നമ്മൾ വൺസ് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു 50 to 60 സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയും അവർക്ക് നോളജ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. നമ്മൾ ശരിക്കും അത് അനുഭവിച്ച് തന്നെ അറിയണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 4 ഓപ്ഷൻസ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് question number 4, that is hierarchy of need theory was proposed by. Here the answer will be Abraham Maslow. ഞാൻ നിങ്ങളോട് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അബ്രഹാം മാസ്ലോ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഹൈറാർക്കി ഓഫ് നീഡ്സ്. ആൾക്ക് ഒരു 5 നീഡ് ഹൈറാർക്കി തിയറിയാണുള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ താഴെ കാണിക്കാം. ഓക്കെ, സോ അബ്രഹാം മാസ്ലോ തിയറി ഇപ്പോൾ ഈ പിക്ചർ കാണുന്ന പോലെ 5 സ്റ്റേജസ് ആണ്. താഴത്തുനിന്ന് തൊട്ട് മുകളിലേക്ക് പോകാം.
ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോതിങ്, റീപ്രൊഡക്ഷൻ, ഇതെല്ലാമാണ് ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. തൊട്ട് മുകളിൽ സേഫ്റ്റി നീഡ്സ്, നമുക്ക് കിട്ടേണ്ട ഒരു പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെൻറ്റ്, റിസോഴ്സസ്, ഹെൽത്ത്, പ്രോപ്പർട്ടി, ഇതെല്ലാമാണ് സേഫ്റ്റി നീഡ്സ്. പിന്നെ അതിൻ്റെ മുകളിൽ വന്ന തേർഡ് വൺ എന്ന് പറയുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഇൻറ്റിമസി, അങ്ങനെയുള്ള കുറച്ച് ആ ഒരു ലവ് ആൻഡ് ബിലോങ്ങിങ്സ് ആണ് തേർഡ് വൺ വരുന്നത്. ആൻഡ് ഫോർത്ത് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്റ്റ്, സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ, സ്ട്രെങ്ത്, ഫ്രീഡം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ വിൽ ബി ദ സെൽഫ് ആക്ച്വലൈസേഷൻ, ഡിസയർ ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. നമ്മൾക്ക് എത്രത്തോളം ടോപ്പ് മോസ്റ്റിലെത്താൻ പറ്റുമോ ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്യുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു അബ്രഹാം മാസ്ലോ പഠിച്ചിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 ടൈംസ് ഈ ഒരു അബ്രഹാം മാസ്ലോൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ബി അവെയർ ഓഫ് ദീസ് 5 നീഡ്സ് ഓഫ് അബ്രഹാം മാസ്ലോ നീഡ് ഹൈറാർക്കിക്കൽ തിയറി. ആൻഡ് ബാലൻസ് ഓപ്ഷൻസ് എറിക്സൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ട ഒരു തിയറിയാണ് സൈക്കോ സോഷ്യൽ തിയറി. 8 സ്റ്റേജസ് ആണ് എറിക്സൻ്റെ ഈ സൈക്കോ സോഷ്യൽ തിയറിയിൽ കവർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇൻഫൻറ്റ്, നമ്മൾ കുഞ്ഞിനാളിൽ തുടങ്ങി ഒരു അഡൽട്ട്ഹുഡ് വരെയാണ് ഈ എറിക്സൺ കവർ ചെയ്യുന്ന സൈക്കോ സോഷ്യൽ തിയറി. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിലാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഓരോ സ്റ്റേജസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ആ ഓരോ സ്റ്റേജസ് മാത്രം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി. അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, ദെൻ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ആൻഡ് ദ ഫോർത്ത് വൺ വിൽ ബി ദ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, fifth one will be identity versus role confusion, and the sixth one intimacy versus isolation, and seventh one generativity versus stagnation, and option D ego integrity versus despair. ഈ ഒരു 8 സ്റ്റേജസ് ജസ്റ്റ് ഇതിൻ്റെ പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ തിയറി അത് ഒന്ന് ജസ്റ്റ് ഒരു ബോക്സിൽ ആക്കി വെച്ചോളൂ. എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി മറന്നു പോകരുത്. ഓക്കെ, 8 സ്റ്റേജസ് ആണ് ആൾ കവർ ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഇൻഫൻറ്റ് സ്റ്റേജ് തുടങ്ങി അഡൽട്ട്ഹുഡ് വരെയാണ് കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ ബി നമ്മൾ പറഞ്ഞു അബ്രഹാം മാസ്ലോ നീഡ് ഹൈറാർക്കിക്കൽ തിയറി പറഞ്ഞു. ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആൽബർട്ട് ബന്ദൂറ. സോ ആൽബർട്ട് ബന്ദൂറാസ് സോഷ്യൽ ലേണിംഗ് തിയറി. സോഷ്യൽ ലേണിംഗ് തിയറി തന്നെയാണ് ആൽബർട്ട് ബന്ദൂറ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. തിയറി കോൾഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ബിഹേവിയറിസ്റ്റ് ആൻഡ് ദ കോഗ്നേറ്റീവ് ലേണിംഗ് തിയറീസ് ബിക്കോസ് ഇറ്റ് കമ്പോസസ് അറ്റൻഷൻ, മെമ്മറി ആൻഡ് മോട്ടിവേഷൻ. ഈ ഒരു തിയറീനെ നമുക്കൊരു ബ്രിഡ്ജായിട്ട് വിളിക്കാം. അതായത് നമ്മൾ ബിഹേവിയറിസ്റ്റ് പഠിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കോഗ്നേറ്റീവും പഠിച്ചിട്ടുണ്ട്. ബിഹേവിയറിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിഹേവിയേഴ്സ്, അതുപോലെ കോഗ്നേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളുടെ തിങ്കിങ് എബിലിറ്റി. ഓക്കെ, സോ ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്ക് വരുന്ന ആ ഒരു ബ്രിഡ്ജിനെയും എന്നും ഈ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് വിളിക്കും. ഇതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ, അവരങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ബിക്കോസ് ഇറ്റ് എൻകംപാസസ് അറ്റൻഷൻ, മെമ്മറി ആൻഡ് മോട്ടിവേഷൻ. അറ്റൻഷൻ ഉണ്ടാവണം, ഓക്കെ, നമ്മൾക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവണം, മെമ്മറി ഉണ്ടാവണം, തലയ്ക്കകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരു കഴിവ് വേണം, ആൻഡ് മോട്ടിവേഷനും വേണം. ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി ഇൻകോർപ്പറേറ്റ്സ് ദ ഐഡിയ ഓഫ് ബിഹേവിയർ റെയിൻഫോഴ്സ്മെൻറ്റ് ഫ്രം ദ ഫോമർ കോഗ്നേറ്റീവ് പ്രോസസ് സച്ച് ആസ് AMM. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അറ്റൻഷൻ, മെമ്മറി ആൻഡ് മോട്ടിവേഷൻ ഫ്രം ദ ലാറ്റർ. സോ ഇവിടെ പറയുന്നത് എന്താ, സോഷ്യൽ ലേണിങ്ങിൽ ഫോർമർ, അതായത് പറയുന്ന ആൾക്ക് ആ ഒരു ബിഹേവിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മളിത് ആർക്കാണോ പറഞ്ഞു കൊടുക്കുന്നത് ആ ആൾക്ക് അറ്റൻഷൻ വേണം, മെമ്മറി വേണം, മോട്ടിവേഷൻ വേണം. ആൻഡ് ഈ ഒരു ബന്ദൂറാസ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ 4 പ്രിൻസിപ്പിൾസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ആസ് യൂഷ്വൽ നമ്മളിപ്പോൾ പറഞ്ഞതിൻ്റെ മെയിൻ തന്നെ അറ്റൻഷൻ. ആൻഡ് ദ സെക്കൻഡ് വൺ വിൽ ബി റിറ്റൻഷൻ. റിറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ തന്നെ നിൽക്കുകയാണ്, അതായത് ഒന്ന് സ്റ്റേ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതിനെയാണ് റിറ്റൻഷൻ എന്ന് പറയുന്നത്.
We learn by internalization inform. We recall information when required to respond to the situation. On similar situation, we first learned the information. നമുക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു, ആ ഒരു കാര്യം നമ്മളുടെ മൈൻഡിൽ നിൽക്കണ്ടേ? ആ ഒരു കാര്യം നിൽക്കണം, എന്നാൽ മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ടൈമിനെയാണ് റിറ്റൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളോട് ഇപ്പോൾ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമുക്കത് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റണം. ആ ഒരു റിപ്ലൈ ആണ് റീപ്രൊഡക്ഷൻ. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് മോട്ടിവേഷൻ, തിയറി ദാറ്റ് പീപ്പിൾ വ്യൂ ബൈ ഒബ്സർവിങ് അതേഴ്സ്. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ആൾക്കാരായി ഒന്ന് ഇടപഴകി മേ ബി ചിലപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കുന്ന ഒരാളുടെ സ്ലാങ്ങിലേക്കായിരിക്കും പിന്നീട് നമ്മൾ സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല, നമ്മളോട് സംസാരിക്കുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവും നിൻ്റെ സ്ലാങ്ങിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ബന്ദൂറാസ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സി നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് കാറൽ റോഗേഴ്സ് ആണ്. കാറൽ റോഗേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് അതിൻ്റെ കീവേഡ് അല്ലെങ്കിൽ ബോണസ് ടിപ്പ് എന്ന് ഞാൻ പറയാറുള്ളത് സി എന്ന് ഓർത്താൽ മതിയെന്ന്. അതായത് കാറലിൻ്റെ സി എന്ന് പറയുമ്പോൾ തന്നെ ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച് എന്ന് ഓർക്കണം. അതിനെ റൊഗേറിയൻ തെറാപ്പി എന്ന് പറയാറുണ്ട്. അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്ലയൻറ്റിനാണ്. ക്ലയൻസിൻ്റെ താല്പര്യങ്ങൾക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പേഴ്സണൽ സെൻറ്റേർഡാണ്. സോ കാറൽ റോഗേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. അപ്പം നമ്മളിവിടെ 4 ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തു. എറിക്സൺ ഞാൻ പറഞ്ഞു സൈക്കോ സോഷ്യൽ തിയറിയാണ്, വിച്ച് ഇസ് ഹാവിങ് 8 സ്റ്റേജസ്. ഇൻഫൻറ്റ് തുടങ്ങി നമ്മളുടെ അഡൽട്ട്ഹുഡ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓപ്ഷൻ ബി നീഡ് ഹൈരാർക്കിക്കൽ തിയറി. ഓപ്ഷൻ സി ആൽബർട്ട് ബന്ദൂറ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ആൻഡ് ഓപ്ഷൻ ഡി കാറൽ റോഗേഴ്സ്, അത് ക്ലയൻറ്റ് സെൻറ്റേർഡ് അപ്രോച്ച്. നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ, ഈ ഒരു രീതിയിൽ, ഈ ഒരു അപ്രോച്ചിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു കീവേഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ടെക്നിക്കിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ്. മനസ്സിലായോ? അപ്പോൾ എത്രത്തോളം നമുക്ക് കീവേഡ്സ് ഉണ്ടോ അത്രത്തോളം പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് the next question is, which act is known as Magna Carta in Indian education? Options are Wood Dispatch, option B Macleish Minutes, option C Downward Filtration Theory, and option D National Policy on Education. ഇതിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, വിച്ച് വാസ് ഫ്രം ദ ഇയർ 1968. ആ ഒരു ഇയർ നിങ്ങൾ ഓർത്തിരിക്കുകയാണ്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഇയറാണത്. ഓക്കെ, ആൻഡ് നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ഇറ്റ്സ് ആൻസർ. ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ദാറ്റ് ഇസ് വുഡ് ഡിസ്പാച്ച്. ഇനി അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നമുക്കൊന്ന് നോക്കാം. വുഡ് ഡിസ്പാച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരേണ്ടത് അതിൻ്റെ ഇയറാണ്. അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1854. ചാൾസ് വുഡാണ് ഇതിൻ്റെ പ്രസിഡൻറ്റ് ഓഫ് ബോർഡ് ഓഫ് കൺട്രോൾ ആയിട്ട് ഇരുന്നത്. ഇത് ആ ഒരു പെർട്ടിക്കുലർ ആൾ ചാൾസ് വുഡ്സ് തന്നെയാണ് വുഡ് ഡിസ്പാച്ചിൻ്റെ ഒരു പ്രൊപ്പൗണ്ടർ. ഓക്കെ, ചാൾസ് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രെഡ് ഇംഗ്ലീഷ് ലേണിംഗ്, പിന്നെ ഫീമെയിൽ എഡ്യൂക്കേഷനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് സ്പ്രെഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഹീ സെൻഡ് ഡിസ്പാച്ച് ടു ഗവർണർ ലോർഡ് ഡാൽഹൂയിസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ. ചാൾസ് വുഡ്സ് ഡിസ്പാച്ച് ചെയ്തു ഗവർണർക്ക്. ഗവർണർ ആ സമയത്ത് ലോർഡ് ഡാൽഹൂയിസ് ആയിരുന്നു. റിഗാർഡിംഗ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്പാച്ച് സെൻഡ് ചെയ്തു. ആർക്ക്? ഗവർണർ ലോർഡ് ഡാൽഹൂയിസിന്. അവിടെ 3 യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. 3 യൂണിവേഴ്സിറ്റീസ് ഇൻ 3 പ്രസിഡൻസി ടൗൺസ്. അതായത് ആ സമയത്തുണ്ടായ 3 പ്രസിഡൻസി ടൗൺസ് എന്ന് പറയുന്നത് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. ഓക്കെ, അങ്ങനെ അതിനെ വിളിച്ചതാണ് മാഗ്ന കാർത്ത ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അണ്ടർസ്റ്റുഡ്? സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ മാഗ്ന കാർത്ത എന്ന് പറയുമ്പോൾ അവിടെ 3 യൂണിവേഴ്സിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. 3 പ്രസിഡൻസി ടൗണിലായിട്ടാണ് ഈ ഒരു 3 യൂണിവേഴ്സിറ്റീസ് ഉണ്ടായത് പറഞ്ഞു. ആ 3 ടൗൺസ് എന്ന് പറയുന്നത് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ്. ഇനി നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരാം ഏതൊക്കെയാണ് 3 പ്രസിഡൻസി ടൗൺസ് എന്ന് ചോദിക്കാം. ഓക്കെ,
കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഇത് മൂന്നും ഓർത്തിരിക്കുക. ഇതാണ് ഇതിലെ മെയിൻ പോയിൻ്റ്. വുഡ് ഡിസ്പാച്ച് പ്രൊപ്പോണ്ട് ചെയ്തത് ചാൾസ് വുഡ്സ് ആണ്. ആർക്കാണ് സെൻഡ് ചെയ്തത്? ടു ഗവർണർ ലോർഡ് ഡാൽഹൂയിസിനാണ് സെൻഡ് ചെയ്തത്. ഓക്കെ. ഓപ്ഷൻ ബി ഇസ് മാക്കുലീസ് മിനിറ്റ്സ്. മാക്കുലീസ് മിനിറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ഹാവ് എ ബ്രീഫ് ചെക്ക് ഓൺ ഇറ്റ്. ലോർഡ് മാക്കുലീസ് മിനിറ്റ്സ് ഓഫ് 1835 has become an important document because it influenced Britain's education policy in the country for more than a century. ഓക്കെ. സോ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണ്? ബ്രിട്ടൻ എഡ്യൂക്കേഷൻ പോളിസിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, വുഡ് ഡിസ്പാച്ചിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാ? ഇംഗ്ലീഷ് ലേണിങ്ങിനും അതുപോലെ തന്നെ ഫീമെയിൽ എഡ്യൂക്കേഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. മാക്കുലീസ് മിനിറ്റ്സിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ബ്രിട്ടൻ എഡ്യൂക്കേഷണൽ പോളിസിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതോടൊപ്പം അതിൻ്റെ ഇയർ എത്രയാണ്? 1835. വുഡ് ഡിസ്പാച്ച് 1854 ആണ്. അത് മറന്നു പോകരുത് കേട്ടോ. ആൻഡ് ഹിസ് ഫേമസ് പ്രൊപ്പോസൽ ഓഫ് പ്രൊമോട്ടിംഗ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് കോൾഡ് മാക്കുലീസ് മിനിറ്റ്. മാക്കുലീസ് മിനിറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? അത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോസലാണ്. ആ ഒരു പ്രൊപ്പോസലിൽ എന്താ സംഭവം? പ്രൊപ്പോസലിൽ പ്രൊമോട്ടിംഗ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എല്ലാവരും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ. സോ മാക്കുലീസ് മിനിറ്റ്സ് നിങ്ങളിപ്പോൾ കോമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിലൊക്കെ കുറച്ച് ഡീറ്റെയിൽസ്, നമുക്ക് അജണ്ടാസ്, മിനിറ്റ്സ്, അങ്ങനെ കുറച്ച് ഫോളോ അപ്പുകളുണ്ട് ഒരു കമ്പനിയിലൊക്കെ. സോ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും പറയുന്നത്. മാക്കുലീസ് മിനിറ്റ്സ് എന്ന് പറയുന്നത് അവിടെ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു പ്രൊപ്പോസലാണ്. നമ്മളിപ്പോൾ കുറേ കമ്പനികളിൽ ഓരോ പ്രൊപ്പോസലുകൾ വരില്ലേ, ആ ഒരു പ്രൊപ്പോസലുകളിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്യും. ആ ഒരു ഡിസ്കഷനെയാണ് മിനിറ്റ്സ് അല്ലെങ്കിൽ അജൻഡാസ് എന്ന് കമ്പനീസിൽ പറയുന്നത്. ആ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെയും നടത്തിയത്. അതായത് മാക്കുലീസ് മിനിറ്റ്സ് എന്ന് പറയുന്നത് it is the proposal of promoting English language called Macaulay Minute. Other in the year 1835, he suggests English should be taught in the place of Arabic, Sanskrit and Persian in colonial schools in India. Lord Macaulay is known to introduce British education system in India. സോ ഇത്രയാണ് എനിക്ക് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തോന്നിയ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. സോ ഓൾവേസ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ. ഓപ്ഷൻ സിയിൽ പറയുന്നത് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്നുള്ളതാണ്. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ ടേം അറിയില്ല എന്ന് വിചാരിക്കൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി അതായത് താഴെ ഉള്ളവരെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് കളയാണ്. സിമ്പിളല്ലേ? ജസ്റ്റ് ഞാൻ നിങ്ങളോട് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെങ്കിലും ഒരു വേർഡ്സ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അറിയില്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു കിട്ടിയ വേർഡ്സ് വെച്ച് അല്ലെങ്കിൽ കിട്ടിയ ഫ്രേസസ് വെച്ച് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കൂ. അതിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പകുതി കിട്ടും. അണ്ടർസ്റ്റുഡ്? സോ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചില്ലേ മാക്കുലീസ് മിനിറ്റ്സ്, അതിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു തിയറിയാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഇതിൻ്റെ ഉള്ളിൽ പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ആകെ കുറച്ച് പേർക്ക്, ഒരു സ്മോൾ പോർഷൻ ഓഫ് ഹയർ ക്ലാസ്സസിന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രൂ ദം എഡ്യൂക്കേഷൻ വിൽ ബി കൺവേർഡ് ടു ദ മാസസ്. Hence, through this theory, the minute did partiality by giving education to some favorable person as they like to engage with them in their business policy. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ. അതായത് ഇവിടെ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്. ആകെ ഹയർ ക്ലാസ്സസിലുള്ള ആൾക്കാർ മാത്രമായിട്ട് ഉള്ളൊരു കോണ്ടാക്റ്റേ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. ആൻഡ് നോട്ട് ദാറ്റ് ഈ ഒരു ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി ആരുടെ മിനിറ്റ്സിലാണ് പെടുന്നത്? ലോർഡ് മാക്കലീസ് മിനിറ്റ്സിൽ പെടുന്ന ഒരു തിയറിയാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് നിങ്ങളൊരു ബോക്സിലാക്കി വെച്ചോളൂ. ലോർഡ് മാക്കലീസ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. വിത്ത് ദിസ് നോട്ട് ഐ ആം കൺക്ലൂഡിങ്. സോ ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു.